ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ ഓഫ് ഓട്ടോഹോളിക്സ്. ഇന്ന് നമ്മളുള്ളത് കുട്ടനല്ലൂരുള്ള ഹൈസൺ ടാറ്റയിലാണ്. നമ്മളവർ ഇൻവൈറ്റ് ചെയ്തതാണ് അവരുടെ ഏറ്റവും പുതിയ ടാറ്റ ടിയാഗോ ടിവിയുടെ ലോഞ്ചിന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് വണ്ടി പോയി ഒന്ന് കണ്ടാലോ? വാ. അപ്പൊ നമുക്ക് പുതിയ ടാറ്റ ടിയാഗോ ഇവിയുടെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. അപ്പൊ ഫ്രണ്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ IC ടിയാഗോനെ അപേക്ഷിച്ചിട്ട് ഇവിടെയുള്ള ബ്ലാക്ക് കളർ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയിട്ടുണ്ട്. പകരം ബോഡി കളറിൽ തന്നെയാണ് ഇവർ വണ്ടി ഇറക്കിയിട്ടുള്ളത്. അതുപോലെ ഇങ്ങോട്ട് നോക്കുമ്പോഴും എൻറ്റയർലി ഒരു ഡിസൈനിൽ തന്നെ നല്ല ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ആ ഒരു എയർ ഇൻടേക്ക് ഫുള്ള് മാറ്റിയിട്ട് ഈ ഒരു ചെറിയ ഏരിയയിലേക്ക് നമ്മുടെ എയർ ഇൻടേക്ക് കൊണ്ടുവരാൻ അവർ സഹായിച്ചിട്ടുണ്ട്. പിന്നെ മേജറായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് 360 ഡിഗ്രി ക്യാമറ നമ്മുടെ ഈ വണ്ടിയിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടാറ്റയുടെ ലോഗോ നോക്കുകയാണെങ്കിൽ പഴയ ടാറ്റ ടിയാഗോ ഇവിനെക്കാട്ട് കമ്പാരിറ്റീവ്ലി ചെറിയൊരു ലോഗോയാണ് നമുക്കിവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ മേജറായിട്ടുള്ള മറ്റൊരു ഡിഫറൻസ് ആണ് നമ്മുടെ ഹെഡ്ലൈറ്റിൽ വന്നിട്ടുള്ളത്. പഴയ ടാറ്റ ടിയാഗോ ഇവിയിൽ DRL വന്നിരുന്നത് ഇവിടെ ചെറിയൊരു DRL-ആയിരുന്നു. ഇപ്പൊ നമുക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ട് ഹെഡ്ലൈറ്റിൽ തന്നെ ഒരു ഐബ്രോ DRL വന്നിട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ LED ഹെഡ് ലാംപ്സ് ഇതിന് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ടിയാഗോന്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വേറെ വന്നിട്ടില്ല. മേജറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ മിററിന്റെ താഴെയുള്ള ഈ ക്യാമറയാണ്. നമ്മുടെ 360 ക്യാമറയുടെ പാർട്ടായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ പഴയ ടിയാഗോ ഇവിയിൽ നമുക്ക് ഇവിടെ ഈ EV ബാഡ്ജിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് ഇപ്പോൾ ടാറ്റ ടിവിയുടെ പുതിയ ബാഡ്ജിങ് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വീൽസിലേക്ക് നോക്കുമ്പോൾ 14 ഇഞ്ച് വീലാണ് വന്നിട്ടുള്ളത്. അത് അലോയ് വീലല്ല, സ്റ്റീൽ വീൽ വിത്ത് കവറാണ് വന്നിട്ടുള്ളത്. ടാറ്റ ടിയാഗോയുടെ സൈഡിൽ മറ്റൊരു വേറിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഡിസൈൻഡ് ഇൻ ഇന്ത്യ എന്നിട്ടുള്ളൊരു ബാഡ്ജ്. ഈ വണ്ടി ടോട്ടലി ഇന്ത്യക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അത് ഇന്ത്യയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഴയ ടാറ്റ ടിയാഗോ ഇവിനെ അപേക്ഷിച്ചിട്ട് ഈ വണ്ടിയുടെ ഈ ക്ലാഡിങ് കളറിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. പഴയ വണ്ടിയിലൊക്കെ ബ്ലാക്ക് ആയിരുന്നെങ്കിൽ ഇപ്പൊ നമുക്കൊരു ഗ്രേ കളറിൽ വിത്ത് സ്മോൾ ഡിസൈനോട് കൂടിയിട്ടാണ് ഈ വണ്ടിയിൽ നമുക്ക് വന്നിട്ടുള്ളത്. ടാറ്റ ടിയാഗോയുടെ ബാക്കിലേക്ക് നമുക്ക് നോക്കാം. നല്ലൊരു ഡിഫറൻസ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. എസ്പെഷ്യലി നമ്മുടെ ഈ ടെയിൽ ലാമ്പ് കണക്റ്റഡ് ടെയിൽ ലാമ്പ് പോലെ തോന്നുമെങ്കിലും ഇത് ഫംഗ്ഷണൽ അല്ല, ജസ്റ്റ് ഡിസൈൻ മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ചെറിയൊരു ലോഗോ. പഴയ ടാറ്റ ടിയാഗോ ടിവിയുടെ ഈ ഒരു 3D എംബ്ലം വന്നിരുന്നത് ഇവിടെ ആണെങ്കിൽ ഇപ്രാവശ്യം ടാറ്റ അത് കുറച്ച് താഴേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഴയ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ ഒരു കംപ്ലൈന്റ് ആയിട്ട് ആൾക്കാർ പറഞ്ഞിരുന്നത് അതിന്റെ ക്യാമറയുടെ പൊസിഷനേ ആയിരുന്നു. വൃത്തിയുള്ളൊരു വണ്ടിയുടെ സെൻട്രൽ ഒരു സാധനം കൊണ്ട് നശിപ്പിച്ച പോലെയായിരുന്നു അത് വെച്ചിട്ടുണ്ടെങ്കിൽ. എന്നാൽ ഇത്തവണ ടാറ്റ കൃത്യമായിട്ട് അത് ഹിഡൻ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ടാറ്റയുടെ ബാക്കിലേക്ക് നോക്കുമ്പോൾ ഡുവൽ ടോൺ കളറിങ്ങിലാണ് വരുന്നത്. ഇവിടെ ചെറിയൊരു സ്പോയിലർ പോലെ കൊടുത്തിട്ടുണ്ട്. അത് ബ്ലാക്ക് കളറിലും പിന്നെ താഴോട്ട് ഒരു ബോഡി കളറും വരുന്ന രീതിക്കാണ്. അതേപോലെ തന്നെ ഇതിന്റെ ഡീഫോഗറിന്റെ ഡിസൈനും ടാറ്റയുടെ ന്യൂ ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വൈപ്പർ മൂവ് ചെയ്യുന്ന അതേ ഒരു സെയിം പാറ്റേണിലാണ് ഇവർ ഡീഫോഗറിന്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ടാറ്റ ടിയാഗോ ഇവിടെ ബൂട്ട് സ്പേസ് നമുക്കൊന്ന് നോക്കി നോക്കാം. 210 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. ഒരു പാഴ്സൽ ട്രേ വരുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഇപ്രാവശ്യം നമുക്ക് പഞ്ചർ കിറ്റ് മാത്രമേ ഉള്ളൂ, സ്റ്റെപ്നി വീലില്ല. ഇത് നമ്മുടെ ചാർജിങ്ങിന്റെ കേബിളും കാര്യങ്ങളുമാണ്. 210 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ്, അത്യാവശ്യം നല്ല ലഗേജും കാര്യങ്ങളും കയറ്റി വയ്ക്കാൻ പറ്റുന്ന ഒരു ബൂട്ട് സ്പേസും കാര്യങ്ങളും ടാറ്റ അതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഴയ ടാറ്റ ടിയാഗോ ഇവി നോക്കുകയാണെങ്കിൽ ഹാലോജൻ ടെയിൽ ലാമ്പായിരുന്നു വരുന്നുണ്ടായിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം നല്ലൊരു അടിപൊളി ഡിസൈനിൽ LED ടെയിൽ ലാമ്പാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു 3 സ്ട്രൈപ്സ് ഒക്കെ വരുന്ന രീതിക്ക് അടിപൊളിയായിട്ട് ടാറ്റ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മുടെ റിവേഴ്സ് ലൈറ്റ് ടെയിൽ ലാമ്പ് മാറ്റിയിട്ട് ഇവിടെ സെൻട്രൽ ലൈറ്റാണ് ടാറ്റ ഇപ്രാവശ്യം പ്ലേസ് ചെയ്തിട്ടുള്ളത്. എൻറ്റയർലി ന്യൂ ഡിസൈനാണ് നമുക്ക് ഇപ്രാവശ്യം ടാറ്റയുടെ ഭാഗത്ത് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്.
നമ്മളിപ്പോൾ ഉള്ളത് പുതിയ ടാറ്റ ടിയാഗോ ഇവിടെ ഇന്റീരിയറിലാണ്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ മേജർ ചേഞ്ച് ആണ് ടാറ്റയിൽ കൊണ്ടുവന്നിട്ടുള്ളത്, എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് ഡിസൈൻ. നമ്മുടെ പഴയ വണ്ടി പോലെയല്ല പുതിയ വണ്ടി. ഡുവൽ ടോൺ കളറിലാണെങ്കിൽ പോലും ഇതൊക്കെ പക്ക പ്രീമിയം വണ്ടികളിൽ വരുന്ന അതേ ഒരു ഫാബ്രിക് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ടാറ്റ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആയിക്കോട്ടെ, മീറ്ററിന്റെ പ്ലേസ്മെന്റ് ആയിക്കോട്ടെ, എല്ലാം വളരെ രസകരമായിട്ടാണ് ടാറ്റ ഇതിനകത്ത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് മേജറായിട്ട് പറയാൻ പറ്റിയത് ടാറ്റ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് എത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കുന്നു എന്നുള്ള വളരെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ ഈ സ്റ്റിയറിംഗ് വീല്. കാരണം ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടാറ്റയുടെ പഴയ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ഇലുമിനേറ്റഡ് ലോഗോ ആയിട്ട് വരുന്ന സ്റ്റിയറിംഗ് വീലിനായിരുന്നു. അത് മാറ്റി, കാരണം ആ ഒരു സ്റ്റിയറിംഗ് വീലിന് മേജറായിട്ട് വന്നിരുന്നത് ഫിംഗർ പ്രിന്റ് വരുന്ന ഇഷ്യൂസും സ്ക്രാച്ചും ആയിരുന്നു. അതിന് വേണ്ടിയിട്ട് പ്രൊട്ടക്റ്റഡ് ഫിലിം ഒട്ടിക്കുന്ന കസ്റ്റമേഴ്സ് വരെ ഉണ്ടായിരുന്നു. സോ അത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ ഒരു മാറ്റ് ഫിനിഷിൽ ടാറ്റ.EV എന്നുള്ള ബാഡ്ജിങ്ങോട് കൂടി പുതിയ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ടാറ്റ ഈ വണ്ടിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സെൻട്രൽ കൺസോളിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് AC-യുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. എല്ലാം മാനുവലായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ടാറ്റ ഇതെല്ലാം പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഗിയർ ഷിഫ്റ്റേഴ്സ് ആണെങ്കിലും സിമ്പിളായിട്ട് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഗിയർ ഷിഫ്റ്റേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ഫോൺ വെക്കാനുള്ള സ്പേസസ് ഉണ്ട്. പിന്നെ വണ്ടിയിൽ മേജർ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഗ്ലൗ ബോക്സ്. ഇത് കൂളിങ്ങോട് കൂടിയിട്ടുള്ള ഗ്ലൗ ബോക്സ് ആണ് ടാറ്റ അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ AC വെന്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതൊരു ഹാരിയറിലും സഫാരിയിലൊക്കെ കണ്ടുവരുന്ന തരം പ്രീമിയം വണ്ടികളിൽ മാത്രം കണ്ടുവരുന്ന തരത്തിലുള്ള ഇങ്ങോട്ട് ടേൺ ചെയ്തിട്ട്, അതായത് പാസഞ്ചർ സൈഡിലായാലും ഡ്രൈവർ സൈഡിലായാലും അവരടുത്തേക്ക് ടേൺ ചെയ്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വലിയ AC വെന്റുകളാണ് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. ടാറ്റ ടിയാഗോയുടെ ഇന്റീരിയർ നോക്കുമ്പോൾ നമുക്ക് മേജറായിട്ട് കാണുന്നതാണ് നമ്മുടെ ആംബ്രസ്റ്റ്. ഈ സെഗ്മെന്റിലുള്ള വണ്ടികൾ നമുക്ക് അധികം ഈ ആംബ്രസ്റ്റ് കാര്യങ്ങളൊന്നും കാണാറില്ല, പക്ഷെ ടാറ്റ ഈ വണ്ടിയിൽ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ EVയിൽ ഇപ്പോൾ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്ന ഒരു വണ്ടിയാണ് ടാറ്റ ടിയാഗോ EV. അതിനകത്ത് ഒരു ആംബ്രസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. അത് മാത്രമല്ല നമ്മുടെ സീറ്റിന്റെ ഫാബ്രിക് പക്ക പ്രീമിയം വണ്ടികളിൽ കണ്ടുവരുന്ന തരത്തിലുള്ള ഒരു ഫാബ്രിക്കും അതിനൊത്തൊരു കളറുമാണ് ടാറ്റ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് ആണ്. ഇവിടെ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സിനുള്ള സ്പേസ് ടാറ്റ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ യൂണീക്ക് ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് ടാറ്റ ഈ വണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ടാറ്റ ടിയാഗോ ഇവിടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നമുക്കൊന്ന് നോക്കാം. വളരെ ക്യൂട്ടായിട്ടുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് ടാറ്റ ഈ വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് 360 ഡിഗ്രി ക്യാമറ. ഈ സെഗ്മെന്റിലെ വണ്ടികളിൽ അധികം കണ്ടുവരാത്തൊരു സംഭവമാണ് നമ്മുടെ 360 ഡിഗ്രി ക്യാമറ. അത് മാത്രമല്ല ഫ്രണ്ട് 2 സൈഡും ബാക്കിലും വ്യൂ. നിങ്ങൾ ആ ക്യാമറയുടെ ക്വാളിറ്റി ഒന്ന് നോക്കണം. ഇത്ര കിടിലൻ ക്വാളിറ്റി ക്യാമറ ഞാൻ ഒരു വണ്ടിയിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള EVയുടെ കാര്യമാണ് നമ്മൾ പറയണതെന്നും കൂടി ആലോചിക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ ഇൻഫോർമേഷൻസും കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ടാറ്റയുടെ മീറ്റർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്പീഡോമീറ്റർ, റേഞ്ച്, ചാർജ്, പിന്നെ ഡോർ ഓപ്പൺ ആണോ അല്ലേ എന്നുള്ളത് അറിയാൻ പറ്റും. സീറ്റ് ബെൽറ്റ് എത്ര ഇട്ടിട്ടുണ്ട് അതൊക്കെ അറിയാൻ പറ്റും. ടെമ്പറേച്ചർ, ടൈം, അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ഈ ഒരു ചെറിയ മീറ്ററിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ ടാറ്റനെ കൊണ്ട് സാധിച്ചിട്ടുള്ളതാണ്. ടാറ്റ ടിയാഗോയുടെ ഡോറാണ് നമ്മൾ ഈ കാണുന്നത്. ഡോർ പാഡ് നോക്കി ഒക്കെ പ്രീമിയം വണ്ടികളിൽ, അതായത് നമ്മുടെ റേഞ്ച് റോവർ അങ്ങനത്തെ വണ്ടികളിൽ മാത്രം കണ്ടുവന്നിരുന്ന ടൈപ്പ് ബട്ടൺസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ബഡ്ജറ്റ് റേഞ്ച് ടാറ്റ കൊണ്ടുവന്നിട്ടുള്ളത്. എങ്ങനെയുണ്ട്? ടാറ്റ ടിയാഗോയുടെ ബാക്ക് സീറ്റിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ച ഒരു കാര്യം എന്നൊക്കെ റെയർ AC വെന്റ്സ്. ആരെങ്കിലും കണ്ടുണ്ടോ ഈ ഒരു സെഗ്മെന്റ് വണ്ടിയിൽ റെയർ AC വെന്റ്സ്? ടാറ്റ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഞാൻ ഏകദേശം 6 ഫീറ്റ് ടോളാണ്. ഈ ഫ്രണ്ട് സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എൻ്റെ ഡ്രൈവിംഗ് പൊസിഷന്റെ രീതിയിൽ തന്നെയാണ് ഞാൻ അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എന്നിട്ടും എൻ്റെ ലെഗ് സ്പേസും ഹെഡ് റൂമും നിങ്ങൾക്ക് നോക്കാം. വണ്ടി കാണാൻ കുഞ്ഞനാണെങ്കിലും ഉള്ളിൽ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. സോ നമ്മൾ ഇത്ര നേരം കണ്ടത് വണ്ടിയുടെ വാക്ക് അറൗണ്ട് വീഡിയോ ആണ്. നമുക്ക് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്തത് കുട്ടനല്ലൂരുള്ള ഹൈസൺ ടാറ്റ മോട്ടോഴ്സ് ആണ്. സോ നമ്മുടെ ഷോറൂമിന്റെ മാനേജർ ശ്രീകാന്ത് സാർ നമ്മുടെ കൂടെ ഉണ്ട്. സോ വണ്ടിനെ പറ്റി കൂടുതൽ നമ്മുടെ സാർ പറയും. ഓക്കെ, ടിയാഗോ നമുക്കറിയാം കഴിഞ്ഞ 10 വർഷമായിട്ട് നമുക്ക് ഇന്ത്യൻ റോഡിൽ ഭയങ്കരമായിട്ട് സക്സസ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ് ആക്ച്വലി. ഇപ്പം അതിന്റെ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫേസ് ലിഫ്റ്റ് മോഡലാണ് ഇപ്പം വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് എൻറ്റയർലി ഡിസൈനിൽ ചേഞ്ച് ഉണ്ട്. അതിനകത്ത് ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും അതുപോലെ തന്നെ ഡ്രൈവിംഗ് റിഫൈൻമെന്റ് ആണെങ്കിലും അതുപോലെ തന്നെ എസ്പെഷ്യലി EV പറ്റി പറയുമ്പോഴത്തേക്ക് അതിന്റെ ബാറ്ററി പാക്കേജ്, ലൈഫ് ടൈം വാറണ്ടി, അതുപോലെ തന്നെ ഓവറോൾ വണ്ടി ഇപ്പം ഒരു എൻട്രി ലെവൽ കാറാണ്. സെഡാൻ ആണെങ്കിലും അതിന് അകത്ത് ഇരുന്നുള്ള സ്പേസും ദെൻ ഡ്രൈവിംഗ് കംഫർട്ട്. ഒരു സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു 500 കിലോമീറ്റർ സ്ട്രെച്ചിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ഒരു ബോഡി റോളോ ബോഡി പെയിനോ ഒന്നും ഉണ്ടാവില്ല. വലിയ വെഹിക്കിളിൽ യൂസ് ചെയ്യുന്ന സെയിം ഫീൽ തന്നെ നമുക്ക് അതിനകത്ത് കിട്ടും. ബിക്കോസ് അതിന്റെ സസ്പെൻഷൻ ഡ്യുവൽ പാത്ത് സസ്പെൻഷൻ ഒരു ടെക്നോളജിയാണ്. സോ ദാറ്റ് നോർമലി മറ്റുള്ള എൻട്രി ലെവൽ കാർസിലുള്ള പോലെ അല്ല അതിന്റെ സസ്പെൻഷൻ വരുന്നത്. മക്ടോസിൻസ് ഡ്യുവൽ പാത്ത് സസ്പെൻഷൻ എന്നുള്ള ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കുറച്ചും കൂടി വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ട്രാവലിംഗ് നമുക്ക് അതിനകത്ത് കിട്ടും. ശരിയാണ്, ഏറ്റവും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറിൽ എന്ന് പറഞ്ഞാൽ അത് യാതൊരു കോംപ്രമൈസിനകത്തില്ല. എസ്പെഷ്യലി സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിലോ അല്ലെങ്കിൽ മറ്റുള്ള ഫീച്ചേഴ്സിലോ ഒന്നിലും ഒരു കോംപ്രമൈസും ഇല്ല.
എൻട്രി ലെവൽ കാർ തൊട്ട് സേഫ്റ്റി ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡ് ആണ്. അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ അത്തരം കാര്യങ്ങളെല്ലാം മറ്റേ നെറ്റ്വർക്ക് എല്ലാം എല്ലാ വെഹിക്കിൾസിലും ഇതുണ്ട്. സ്റ്റാർട്ടിംഗ് മോഡൽ തൊട്ട് ഇതിനകത്തുണ്ട്. അല്ല, EV നമുക്ക് ആക്ച്വലി ലോഞ്ച് ചെയ്തിട്ട് നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 8 വർഷത്തോളൊക്കെ ആയിട്ടുണ്ട്. 2018 ആദ്യം തുടങ്ങിയിട്ടുള്ളത്. ടാറ്റയാണ് ഇനീഷ്യലി തുടങ്ങിയത്. ടാറ്റ എന്നൊരു ചലഞ്ച് ആയിരുന്നു ആക്ച്വലി EV ഹൗ ഇത് മാർക്കറ്റിൽ എത്രമാത്രം സക്സസ് ആവും എന്നുള്ളത്. നമ്മുടെ ടാറ്റ വെഹിക്കിൾസിന്റെ സക്സസ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആക്ച്വലി വന്നിട്ടുള്ളത്. അപ്പം ഇപ്പം നമുക്ക് അറിയാം, ഇപ്പോഴും മാർക്കറ്റ് ഷെയർ നോക്കുകയാണെങ്കിൽ ഹാർഡ്ലി 65-70% ടാറ്റ മോട്ടോഴ്സ് ആണ് EV മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്നത്. അപ്പം അറിയാം, നമുക്ക് റോഡ് പ്രസൻസ് നോക്കിയാൽ അറിയാൻ പറ്റും, അതിനകത്ത് സംശയമില്ല. പിന്നെ EV കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എൻട്രി ലെവൽ കാർ, ലോ ബഡ്ജറ്റ് കാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് വാങ്ങിക്കുന്ന ഒരു മേജർ ക്രൗഡും ആക്ച്വലി പ്രീമിയം കസ്റ്റമേഴ്സ് ആണ്. ബിക്കോസ് ഒരു സെക്കൻഡ് ഓർ തേർഡ് വെഹിക്കിൾ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നവരാണ്. അവരെല്ലാവരും പ്രീമിയം SUV ആ ടൈപ്പുള്ള വെഹിക്കിൾസ്, ലക്ഷറി വെഹിക്കിൾസ് ഉള്ള ആൾക്കാർ അവരുടെ ഡേ ടു ഡേ ആവശ്യങ്ങൾക്കും ലൈക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ സ്കൂളിൽ പോവുക അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് ലൈഫ് ലോങ് 15 years ഓർ അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് വാറണ്ടിയും ഇപ്പം ടിയാഗോ EV നമുക്ക് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോ ടെൻഷൻ, ഒരു പ്രശ്നവുമില്ല, ഒരു ടെൻഷന്റെ ആവശ്യമില്ല. അത്രയും കംഫർട്ടബിൾ ആണ് വെഹിക്കിൾ, അത്രയും പ്രൂൺ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് അതിനകത്ത്. ഒരു എന്താ പറയാ, ശരിക്കും കഴിഞ്ഞ 10 വർഷമായിട്ട് ടാറ്റ മോട്ടോഴ്സിന്റെ ഒരു ന്യൂ ഫേസ് ആയിരുന്നു ടിയാഗോ എന്നുള്ളത്. അത് 2022 ആക്ച്വലി EVയിലേക്ക് വന്നിട്ടത്. കറക്റ്റ്ലി, എക്സാക്ട് അതെ. തീർച്ചയായിട്ടും ടിയാഗോയിലാണ് ടാറ്റ ശരിക്കും ഒരു ടേൺ അറൗണ്ട് വന്നത്. ഇപ്പം ശരിക്കും ടാറ്റ ടിയാഗോയും അതുപോലെ തന്നെ ടാറ്റ പഞ്ചും ആക്ച്വലി പണ്ട് ഞാൻ ടാറ്റ മോട്ടോഴ്സിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അറൗണ്ട് ഒരു മോർ ദാൻ 25 years ആയി. ഇനീഷ്യലി ഇൻഡിക്ക വന്ന സമയത്താണ് നമുക്ക് ഇതുപോലെ വെയിറ്റിംഗ് പീരീഡ് പറ്റിക്കുന്നത്, 5 months, 6 months, 8 months ഒക്കെ വരെ. ഇപ്പം അതേ രീതിയിലാണ് നമുക്ക് പോകുന്നത്. ടാറ്റ എല്ലാ വണ്ടികളും നമുക്ക് അറൗണ്ട് ഒരു 7,000+ വെഹിക്കിൾസ് നമ്മുടെ റീജിയനിൽ പെൻഡിങ് ബുക്കിംഗ്സ് ഉണ്ട്, പഞ്ചിൽ മാത്രം. ടിയാഗോയും നല്ല രീതിയിൽ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് വളരെ പോസിറ്റീവായിട്ടിരിക്കുന്ന ആൾക്കാരുടെ റിലയബിലിറ്റിയും ആൾക്കാർക്ക് നമ്മളോട് തീർന്ന ട്രസ്റ്റും. ഐ റിയലി താങ്ക് ഫോർ ഓൾ അവർ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആൻഡ് ന്യൂ ബുക്കിംഗ് കസ്റ്റമേഴ്സ്. ഓക്കെ, താങ്ക് യു, ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ ഇത്ര നേരം നമ്മൾ കണ്ടത് പുതിയ ടാറ്റ ടിയാഗോ EVയുടെ വിശേഷങ്ങളാണ്. ഒരു വാക്ക് അറൗണ്ട് വീഡിയോ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോസും കമ്പാരിസൺ വീഡിയോസും ഒക്കെ തൊട്ട് പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതിൻ്റെ ഒപ്പം തന്നെ ആ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടുക. സോ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. സോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഇസ് മീ ആദിൽ സൈനിങ് ഓഫ് വിത്ത് രാഹുൽ. ബൈ.